എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരള പോലീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു വിഭാഗം ആൾക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന കൂട്ടരാണ്. എന്നാൽ ഒരു വിഭാഗമുണ്ട് എന്ത് തോന്നിയവാസത്തിനും കൂട്ടുനിന്നുകൊണ്ട് എത്ര വലിയ ഗുണ്ടകളാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്ന പോലീസുകാർ. കുറേയധികം സുഹൃത്തുക്കൾ നമുക്കുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. അവരാരും മോശമായിട്ടുള്ള രീതിയിൽ പണിയെടുക്കുന്ന ആൾക്കാരല്ല. ഞാനിപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ നടന്നൊരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് പയ്യന്മാർ രാത്രി ബൈക്കിൽ വരുന്ന സമയത്ത് പോലീസ് വണ്ടിക്ക് കൈ കാണിച്ചു എന്ന് പറയുന്നു. വണ്ടി നിർത്താത്തത് കൊണ്ട് ഇവരുടെ വണ്ടിയുടെ പുറകിൽ ഇടിച്ചിട്ട് ഡിവൈഡറിലേക്ക് ചേർത്ത് ഇവരുടെ കാലിന് എന്തൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിന് പോലീസിന്റെ ഒരു വേർഷനൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ആ വാർത്ത ഒന്ന് ആദ്യം കേൾക്കാം. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വിഷയം എത്തും. കേരള പോലീസിൽ നല്ലവരുണ്ട്, കെട്ടവരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നല്ലവരെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ സംസാരിച്ചൊരു വിഷയമുണ്ട് തൃശ്ശൂർ അരുമ്പൂർ കേസിൽ. അതിനകത്ത് അവിടുത്തെ SI അതുപോലെ തന്നെ CPOമാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അതിൽ എടുത്തു പറയാനുള്ളത് അമൽദേവ് എന്ന് പറഞ്ഞ പോലീസുകാരൻ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനം വളരെ പ്രശംസിക്കാവുന്ന പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ അതേസമയം അവിടുത്തെ CI ഉണ്ട്, ആളുടെ പേരെനിക്കറിയില്ല, ആള് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ആളും. ഇതാണ് വ്യത്യാസം. മേലുദ്യോഗസ്ഥൻ സംരക്ഷിക്കാൻ നിൽക്കുമ്പോഴേക്കും കീഴുദ്യോഗസ്ഥർക്ക് അവരുടെ പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൻ്റെ പേരിൽ ആ കേസിൽ പ്രധാന കുറ്റവാളിയായിട്ടുള്ള ആൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാവരും ജയിലിലായി റിമാൻഡ് ചെയ്യപ്പെട്ടു. കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോഴും തല്ലിയതിൽ മെയിനായിട്ടുള്ളവനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ഒളിവിൽ പോയി, പിന്നെ മുൻകൂർ ജാമ്യം കിട്ടി, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിച്ചു. പക്ഷേ ബാക്കി എല്ലാവർക്കും ശിക്ഷ കിട്ടുകയും ചെയ്തു. അതിന് കാരണം എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയ പിടിപാടും ഈ പറയുന്ന CIയുടെ അധികാര ദുർവിനിയോഗം ഒക്കെ കാരണമാണ്. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ, ഇവിടെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ഒരു കലാപരിപാടികളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഇവരുടെ പരാതി കൊടുത്തുകൊണ്ടുള്ള വാർത്ത ഒന്ന് കണ്ടുപോകാം. പോലീസ് വാഹനം ബൈക്കിൽ ഇടിപ്പിച്ചു മർദ്ദിച്ചെന്ന പരാതിയുമായി +2 വിദ്യാർത്ഥികൾ. മറ്റൊരു കേസിലെ പ്രതികളെന്ന് കരുതി അമ്പലപ്പുഴ പോലീസ് പിന്തുടർന്ന് വണ്ടിയിൽ ഇടിപ്പിച്ച് നിർത്തിയെന്നാണ് പരാതി. തോട്ടപ്പള്ളിയിൽ 18 രാത്രിയാണ് സംഭവം. പരിക്കേറ്റ വണ്ടാന സ്വദേശികളായ ആഷിഖും സുഹൃത്ത് ഷിനാസും പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. +2 വിദ്യാർത്ഥിയായ 18 വയസ്സ് പൂർത്തിയായ ഷിനാസാണ് ആദ്യം നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് സംഭവിച്ചത് 18-ാം തീയതി രാത്രി? നേരെ ഇപ്പോൾ ജീപ്പ് ഒന്ന് നേരെയാണെങ്കിൽ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് നിർത്തുമല്ല, ഇടിച്ച് അതിലേക്ക് ഡിവൈഡറിലേക്ക് കയറ്റുമായിരുന്നു. എൻ്റെ ആഷിക്കിൻ്റെയും കാല് ആമങ്ങി. എന്നിട്ട് പറഞ്ഞു ഇവന്മാർ അഭിനയിക്കുക, അങ്ങനെ അങ്ങനെ അമ്മമാർ ബാങ്ക് കൊള്ളയടിച്ചിട്ട് വരിക, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പൈസ ആണെങ്കിൽ ആഷിക്കിൻ്റെ പോക്കറ്റിൽ നിന്നെല്ലാം മേടിച്ച് എന്നിട്ട് ഒരു സാറാണെങ്കിൽ തെറി തന്നെ പറയുക. പോലീസ് പരിശോധിച്ചു, മർദ്ദിച്ചോ? ഘട്ടത്തിൽ പുറത്ത് ആദ്യമേ തന്നെ 2 ഇടിക്കുമായിരുന്നു ഒരു സാറൊന്ന്. എവിടെ പോയതായിരുന്നു അന്നേരം? ആണെങ്കിൽ ഐസ്ക്രീമിൻ്റെ കച്ചവടം കഴിഞ്ഞ് അവിടുന്ന് ആ പൈസ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. എന്നിട്ട് ഇവന്മാർ അഭിനയിക്കുക, അമ്മമാർ ബുക്കോളെന്നും പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്തങ്ങ് നേരെ പിന്നെ പോയി. ആഷിക്കിന് കാലിന് നല്ല പരിക്കുണ്ടോ? ഇവർ പറയുന്നത് ഇടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കൈ കാണിച്ചിട്ട് ഞങ്ങൾ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല എന്നാണ് പറയുന്നത്. ഇവർ ലൈറ്റ് ഇട്ടില്ല, ഒന്നുമില്ല. പോലീസ് വണ്ടി കൊണ്ട് ഇടിപ്പിച്ച് വീണില്ല, നേരെ ഡിവൈഡറായിട്ട് ജാമായി. വണ്ടിയും ബൊലേറോയും ആ ഡിവൈഡറും ഞങ്ങളുടെ ബൈക്കും കൂടെ ജാമായി. എൻ്റെ കാല് പോയി. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് കാലെന്ന് എന്താ വണ്ടി നടക്കിയിട്ട് എന്നെ ഫുള്ള് തപ്പുക. എന്നെ തപ്പി എൻ്റെ ഫോണും പിന്നെ പൈസ ഉണ്ടായിരുന്നു പണി കഴിഞ്ഞിട്ട്. ആ പൈസയൊക്കെ അവർ എടുത്തിട്ട് ഇതൊക്കെ എവിടുന്ന നീയൊക്കെ ഇത് എവിടുന്ന് കൊണ്ടുവന്നാ, നിൻ്റെ ഒക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഇങ്ങനെ ഇതായി. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ ഇതാ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു സാറിന് എന്നെ കയ്യിൽ നിന്ന് ഗ്ലൗസ് കിട്ടി പോക്കറ്റിൽ നിന്ന്. അപ്പോൾ ആ സാറ് പറയുന്നുണ്ട് ഇവൻ പറയുന്നത് ശരിയാണ്. പക്ഷേ വേറുള്ളവരൊക്കെ തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതായിട്ട് നിൽക്കുക. ഏതൊരു സാർ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് എന്താ ഒരു ഇത് കിട്ടിയെന്ന്, ഞങ്ങൾ പോകുന്ന നടക്കുന്ന വണ്ടി തന്നെ ഏതാ പിള്ളേരെന്താ ചെയ്ത് അങ്ങനെ ഇവർ പറയുന്നത് ഞങ്ങളാണ് പറഞ്ഞ അവർ ഇതാക്കിയെന്ന്. എൻ്റെ കാലം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ പിന്നെ വീട്ടിൽ വിളിച്ച് ഇവർ വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പരാതി കൊടുത്തിട്ടുള്ളത് എന്താ DYSPക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇന്ന് രാവിലെ SPക്ക് കൊടുക്കണം, പിന്നെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. പോലീസിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം? ഒരാവശ്യമില്ല, ഞങ്ങളതിൽ തെറ്റിയതുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആഷിക്കിന്റെ വാപ്പയാണ്. നിങ്ങൾ എത്തിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ഇവർ രണ്ടുപേരും? നമ്മുടെ കൂട്ടുകാർ അവിടുന്ന് കച്ചവടം കഴിഞ്ഞ് വരുന്നത്. അവർ ബൈക്കിൽ കയറ്റി ഞങ്ങൾ റെക്കാർഡ് വരെ കൊണ്ടു തന്നു. അവിടെ ഐസ്ക്രീം വിൽക്കാൻ വേണ്ടി പോയത്? എൻ്റെ കടയിൽ പോയത് ഐസ്ക്രീം വെച്ച്. അന്ന് പൈസ ഒരുപാട് നഷ്ടപ്പെട്ടു. ഇവൻ്റെ പോക്കറ്റിൽ പൈസ ഒക്കെ നോക്കി പോലീസുകാർ. ഇവൻ 3 കടയിൽ വിൽപ്പന ഉണ്ടായിരുന്നു, ഒരു 10-70,000 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ വന്നത് 10-40 രൂപ വന്നിട്ടുണ്ട്. 18-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കുട്ടികളുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത്, ട്രിവാൻഡ്രം ക്ലബിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് മണിയമ്പള്ളി രാജു ചേട്ടന്റെ കാറ് ഇടിച്ച 2 പയ്യന്മാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ ഇതുപോലെ തന്നെ മീഡിയ ബൈറ്റ് എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞ വ്യക്തതയില്ലാത്ത 2 മറുപടികളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആയിരിക്കും ഇതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇതിന് ശേഷമാണ് ഈ പോലീസുകാർ പുറത്ത് വിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് കണ്ടപ്പോഴാണ് എക്സാക്ട് അതിനകത്ത് പോലീസുകാരനെ പറയുന്നുണ്ട്, നിങ്ങൾ വണ്ടി നിർത്താത്തതുകൊണ്ടല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ആരോപിക്കുന്നത് പോലീസുകാർ ഇവരെ അടിച്ചെന്നാണ്. പോലീസുകാർ പറയുന്നത് ഇവർ പോലീസുകാർ അടിച്ചു എന്നാണ്. ഇതിലെന്താണ് വസ്തുത എന്നുള്ളത് യഥാർത്ഥ CCTV ഫുട്ടേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. മനസ്സിലാവാത്തൊരു കാര്യം, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കലാണോ പോലീസിന്റെ പണി? വേറെ ആരെയോ കാത്തു നിൽക്കുന്നു, എന്തോ ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ പേരിൽ വേറെ ആരെയോ കാത്തു നിൽക്കുന്ന കൂട്ടത്തിൽ ഇവന്മാരെ കണ്ടപ്പോഴേക്കും ഇവന്മാരെ അങ്ങോട്ട് ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അത് രാത്രിയാണ്, വണ്ടിയിൽ ലൈറ്റിലാന്ന് പറയുന്നു. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം പോലീസുകാർ വണ്ടിയിൽ ലൈറ്റിലാണ് അങ്ങനെ ഉണ്ടാവാറില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇവർ വണ്ടി ലൈറ്റിലാന്ന് പറയുന്നു, കൈ കാണിക്കുന്നു പറയുന്നു. നിർത്താത്തത് കൊണ്ടാണ് ഇവർ കൊണ്ടിടിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിർത്തിയില്ല എന്നുള്ളത് ചോദ്യമാണ്. നമുക്കത് കണ്ടു നോക്കാം. ഒരു കുഴപ്പമില്ല, കുഴപ്പമുണ്ടില്ലെന്നുള്ള അവനല്ലേ അറിയുള്ളൂ. അവൻ്റെ കാല് നിങ്ങളുടെ കാലിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. അവൻ്റെ കാലിന് വേദന ഉണ്ടെന്ന് പറയുമ്പോൾ അത് ആക്സിഡൻ്റ് ആണെങ്കിൽ
അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ഇടിച്ചാലും ഇടിച്ചില്ലെങ്കിലും അവൻ്റെ കാലിൽ വേദന ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതല്ലേ? പകരം നിങ്ങൾ എന്താ പറയുന്നത്? അത് കുഴപ്പമൊന്നുമില്ല, അങ്ങ് പോട്ടെന്ന്. നിങ്ങളുടെ മകനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമോ? നിൽക്കുമോ? അല്ലേ? അറിയാത്തത് ഞാൻ ചോദിക്കുകയാണേ, ബാക്കിയേക്കാം. പണിക്ക് പോയിട്ട് വന്നു. നിങ്ങൾ വണ്ടി നിർത്താൻ പറഞ്ഞ് നിർത്തണ്ടേ? അല്ല, കോൾ നിർത്താൻ പറഞ്ഞ് പിന്നെ കോളിനകത്തൊന്നും അല്ലല്ലോ. പോക്കറ്റ് വെക്കും, പൈസ എല്ലാം പോക്കറ്റ് വെക്കും. പൈസ ഒക്കെ പോക്കറ്റ് വെക്കടാ. നിന്റെ ഫോൺ എന്തി നോക്കാം. കള്ളത്തരം കാണിക്കുക. നിങ്ങളൊക്കെ ചെറുപ്പക്കാർ പിള്ളേരല്ലേടാ? നീ പോക്കറ്റ് പൈസ വെക്കടാ. വണ്ടി എന്തിനാ ഇടിപ്പിച്ചു വെക്കുന്നു? അവന്റെ വാപ്പ വിളിച്ച ആ സെക്കൻഡ്സ് നോക്കുക. നിങ്ങൾ വണ്ടി നിർത്താൻ പറഞ്ഞ് എന്താണ് അനിയന്മാരെ നിർത്താത്തത്? ഈ വണ്ടി നിർത്താൻ നിർത്താത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്? അല്ല, മനസ്സിലാവുന്നില്ല. വണ്ടി നിർത്താൻ പറഞ്ഞ് നിർത്തിയില്ല, അത് അവരുടെ മിസ്റ്റേക്കാണ്, വലിയ മിസ്റ്റേക്കാണ് വണ്ടി നിർത്താതെ പോയത്. പക്ഷേ എന്ന് കരുതിയിട്ട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് പറഞ്ഞതിൻ്റെ ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ വണ്ടി നിർത്തിയില്ലെങ്കിൽ പുറകെ കൊണ്ട് ചേസ് ചെയ്ത് ഇടിച്ച് നിർത്തലാണോ പരിപാടി? അതാണോ പോലീസുകാർ ചെയ്യേണ്ടത്? വട്ടം വെച്ച് നിർത്തുന്നത് ഓക്കെ, അതുകൊണ്ട് ഇടിച്ച് ഡിവൈഡറിനോട് ചേർക്കാന്നൊക്കെ അവരങ്ങനെയാണ് പറയുന്നത്. വണ്ടി ഇടിച്ച് ഡിവൈഡറിനോട് ചേർത്തു. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല സാർ ഇത്. നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊന്നും ചെയ്യാത്തത് പോലെ അവൻ്റെ കാലിന് പരിക്കുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അവനത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല. ശരിക്കും സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും അവരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയല്ലേ പോലീസുകാരുള്ളത്? അതവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണോ? നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരാണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമായിരുന്നു. അതല്ല നിങ്ങൾ ചെയ്തേക്കുന്നത്. നിങ്ങൾ അവരെ വരട്ടുകയാണ്. പിന്നെ ആ പയ്യൻ പറയുന്നു അവൻ ഫോൺ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടാണ് അതിൻ്റെ പേരിൽ കൈ കാണിച്ചതാണെന്ന് ഓർത്താൽ വണ്ടി നിർത്താത്തതെന്ന്. അതും തെറ്റ് തന്നെയാണ്. നിയമം അങ്ങനെയാണല്ലോ. വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ സംസാരിക്കാൻ പാടില്ല. അത് ചെയ്ത തെറ്റ്. അവൻ അതിൽ പാനിക്കായിട്ടുണ്ടാവാം. ഞാനത് ന്യായീകരിക്കുന്നില്ല. തെറ്റ് തന്നെയാണ്. വണ്ടി കൈ കാണിച്ചാൽ നിർത്തുക എന്നുള്ളതാണ്. അവൻ പാനിക്കായി വണ്ടി മുന്നോട്ട് കൊണ്ടുപോയി. ഈ ഇടിയിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ആ വണ്ടിയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, അപ്പോഴും നിങ്ങൾ ന്യായീകരിക്കുമോ? മനസ്സിലാവുന്നില്ല. നിങ്ങൾ ശരിക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണോ പണിയെടുക്കുന്നത്, അതോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണോ? ഐഫോൺ ആണോ അതിന്റെ? ശരിയാടാ, സമ്മതിച്ചു. വണ്ടി നിർത്താൻ നിർത്തണം. എവിടെ നിന്റെ കാലിന് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല അതിനൊന്നും. എനിക്കത് മനസ്സിലാവാത്ത ഒരു കുഴപ്പമില്ലെന്ന് അത് ഈ പുള്ളിക്കാരാണോ തീരുമാനിക്കുന്നത്? അവൻ്റെ കാലിലെ വേദന എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ക്ലിനിക്കിലോ ഒന്ന് കൊണ്ട് കാണിക്കാനുള്ള മര്യാദ പോലും നിങ്ങൾ കാണിക്കുന്നില്ല. എന്തോന്നാണ് സാറേ, ചില പോലീസുകാരുടെ പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നും. ഇവരൊക്കെ എങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു തോന്നും, ചിന്തിച്ചു പോകും. ഒരുപാട് നല്ല നല്ല പോലീസുകാർക്ക് അപമാനമാണ് ഇജാതി ടീമുകൾ. പറയാണ്ടിരിക്കാൻ വയ്യ. റോഡാണ്, അവിടെ എത്രയോ ആൾക്കാർ വണ്ടി കൈ കാണിച്ച് നിർത്താതെ പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും പുറകെ ഓടും. അവർ ചെയ്തത് തെറ്റാണ്, 100% തെറ്റാണ്. വണ്ടി നിർത്തിയിട്ടില്ല എന്നുള്ളത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇടിച്ച് നിർത്തിയതിലാണ് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇവർ പറയുന്ന പ്രകാരം നിങ്ങൾ പറയുന്നു വണ്ടി നിർത്താതെ പോയിട്ടല്ലേ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരെ വീട്ടിൽ പോയി പോക്കാമല്ലോ. ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ ഓപ്ഷൻസ് ഉണ്ടായിട്ടും നിങ്ങൾ പറയുമായിരിക്കും നീ എന്നെ ജോലി പഠിപ്പിക്കണമെന്ന് പറയുമായിരിക്കും. പഠിപ്പിക്കാൻ ആരുമല്ല. പക്ഷേ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് മിസ്റ്റേക്ക് തന്നെ പറയണം. അത് സമ്മതിക്കാൻ തയ്യാറാവണം. ആ പയ്യൻ പറയുന്നത് എൻ്റെ കാലിന് പ്രശ്നമാണ്, കാല് വേദനയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴും പറഞ്ഞു കുഴപ്പമില്ല. അവൻ്റെ കാലിൻ്റെ വേദന നിങ്ങൾക്കാണ് അറിയുന്നത്. എന്തായാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോലീസുകാരൻ്റെ പേര് നിങ്ങൾ താഴെ മെൻഷൻ ചെയ്തേക്ക്. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.